Hi friends, welcome to Garam Masala, the magic spices of cooking. Egg kebab. ഇന്ന് നമുക്ക് മുട്ട ഉപയോഗിച്ച് ഡിഫറെന്റ് ആയ കബാബ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ഒരു സ്നാക്കായും സ്റ്റാർട്ടറായും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: മുട്ട 2 എണ്ണം വേവിച്ചെടുത്തത്, പൊട്ടാറ്റോ 2 കപ്പ് വേവിച്ച് മാഷ് ചെയ്തു വെച്ചത്, മുട്ട 1 എണ്ണം ബീറ്റ് ചെയ്തത്, ബ്രെഡ് ക്രംസ് 1 കപ്പ്, ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തത്, സവാള 1 കപ്പ്, കറിവേപ്പില 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ചെറിയ ജീരകം പൊടിച്ചെടുത്തത് 1/4 ടീസ്പൂൺ, മല്ലിയില, എണ്ണ, ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത് ഉപ്പ്. ആദ്യം നമുക്ക് കവറിംഗ് തയ്യാറാക്കാം. ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് സവാള, ഒരൽപ്പം ഉപ്പ് ഇവ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. സവാള വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പൗഡറുകൾ ചേർക്കാം. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചെറിയ ജീരകം പൊടിച്ചെടുത്തത്. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഈ പൊട്ടാറ്റോയും മസാലയും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പൊട്ടാറ്റോയിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മിക്സ്ചറിനെ നന്നായി ഡ്രൈ ആക്കി എടുക്കണം. അവസാനമായി ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കവറിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ടയെ വേവിച്ചെടുക്കണം. ഓരോ മുട്ടയെയും 4 ഈക്വൽ പീസാക്കി മുറിച്ചെടുക്കണം. കൈ എണ്ണ കൊണ്ട് തടവിയതിനു ശേഷം നമുക്ക് പൊട്ടാറ്റോയെ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഇനി ഇതിനെ നമുക്ക് പരത്തിയെടുക്കാം. ഇതിന്റെ നടുവിലായി മുട്ടയുടെ ഒരു പീസ് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ റോൾ ചെയ്യാം. അങ്ങനെ നമ്മുടെ കബാബ് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ കബാബും റോൾ ചെയ്തെടുക്കാം. കവർ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് പൊട്ടാറ്റോ എടുത്താൽ മതിയാകും, അല്ലെങ്കിൽ കബാബ് പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇനി നമുക്ക് ഈ കബാബിനെയെല്ലാം എഗ്ഗിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കാം. ഒരു കബാബ് എടുത്ത് ഒരു കൈ ഉപയോഗിച്ച് ബീറ്റ് ചെയ്ത മുട്ടയിൽ മുക്കിയെടുക്കാം. അടുത്ത കൈ ഉപയോഗിച്ച് നമുക്കിതിനെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രെഡ് ക്രംസ് കുതിർന്നു പോകും. ഇതുപോലെ നമുക്ക് എല്ലാ കബാബും മുട്ടയിലും ബ്രെഡ് ക്രംസിലും റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കബാബ് എല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമുക്ക് ബാക്കി കബാബ് കൂടെ ഫ്രൈ ചെയ്യാം. ഇനി ഇതിനെ ഒരു കിച്ചൺ ടിഷ്യൂയിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് എഗ് കബാബ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.